ഓഫ് റോഡേഴ്സിന്റെ ഹെവൻ എന്നറിയപ്പെടുന്ന വാഗമണിലെ ഒരു ഹിഡൻ ജെമ്മിലോട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. രാവിലെ 4 മണിക്ക് പോകാന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റു. പക്ഷെ നമ്മള് ഒരു 7:30-8 മണിയായി ഇവിടുന്ന് ഇറങ്ങിയപ്പോ. പോകുന്ന വഴിക്ക് നമുക്ക് വലിയ ക്ലൈമറ്റ് ഒന്നും കിട്ടിയില്ല. നമ്മൾ ഭയങ്കര വലിയ ക്ലൈമറ്റ് ഒക്കെ പ്രതീക്ഷിച്ചാണ് ഇവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ നോർമൽ സണ്ണി വെതർ തന്നെയായിരുന്നു. പിന്നെ വാഗമൺ എത്താറായപ്പോഴേക്കും നമുക്ക് കുറച്ച് ക്ലൈമറ്റും കുറച്ച് കോടയൊക്കെ കിട്ടി തുടങ്ങി. വാഗമൺ കഴിഞ്ഞ് നമ്മൾ വരാട്ടുമേട് റൂട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും കുറച്ച് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാലൊഴുകുംപാറയുടെ ഒരു വ്യൂ പോയിന്റ് കാണാൻ പറ്റും. അങ്ങനെ പാലൊഴുകുംപാറ വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് നമ്മൾ നേരെ വരാട്ടുമേട് എത്തി. ഇതാണ് വരാട്ടുമേടിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. പക്ഷെ നമുക്ക് ഇതിലെ വണ്ടി കയറ്റാനുള്ള ആൾക്കാരെ നമ്മുടെ കൂടെ ഇല്ല. കാരണം നമുക്ക് ഇതിലെ വണ്ടി പൊക്കത്ത് കയറ്റണമെങ്കിൽ വണ്ടി നമുക്ക് പുഷ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ വേണം. അപ്പോൾ പകരം നമ്മൾ വേറൊരു റൂട്ട് ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ പൊക്കത്തോട്ട് പോയത്. വരാട്ടുമേട് നമ്മൾ ടോപ്പിൽ എത്തുമ്പോഴേക്കും കാണുന്ന ഒരു വിഷ്വൽ ഇങ്ങനെയാണ്. അങ്ങനെ കയറണല്ലേ? ഫൈനല്ലേ? ഏറ്റവുള്ള ഉറപ്പല്ലേ? എങ്ങാട് പോണു? എനിക്കെന്തിനാണ് അങ്ങനെ ഇറങ്ങട്? കപ്പ് കിട്ടി കപ്പ് കിട്ടി കപ്പ് കിട്ടി കപ്പ് കിട്ടി കപ്പ് കിട്ടി കപ്പ് കിട്ടി. അങ്ങനെ ഒരു ഹിമാലയനും കയറി, അതുപോലെ തന്നെ ഒരു CB സെറ്റും കയറി. ഇനി ഷുവറല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഓഫ് റോഡ് സെഗ്മെന്റ് അറ്റൻഡ് ചെയ്യണത്. കയറ്റാൻ പറ്റാൻ നോക്കാം. വീഴാനുള്ള ചാൻസ് ഉണ്ട്, അറിയില്ല. ഞാൻ കയറട്ടാണ് ആദ്യം. അങ്ങനെ ഓഫ് റോഡ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വരാട്ടുമേട് ടോപ്പിലെത്തി. അപ്പോൾ വരാട്ടുമേട് ടോപ്പിലുള്ള ഈ ഒരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. കാണാൻ പറ്റും ബാക്കിൽ നമ്മുടെ പാലൊഴുകുംപാറയുടെ നല്ല കിടിലം വിഷ്വൽ. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിൽ കയറി കഴിഞ്ഞാൽ കിട്ടുന്ന വിഷ്വൽ ഇങ്ങനെയാണ്. അത് എന്തായാലും, അതായത് മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണിത്. അപ്പോൾ ഒരു കാരണവശാലും മിസ് ചെയ്യാണ്ടിരിക്കുക. റൈഡേഴ്സിന് എങ്ങനെ വന്നാലും ഒരു ഓഫ് റോഡും കിട്ടും. അതുപോലെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ബെറ്റർ ഒരു ഓപ്ഷനാണിത്. നമ്മൾ വരാട്ടുമേടിൽ നിന്ന് ഇറങ്ങി പകുതി എത്തപ്പോൾ തന്നെ നമുക്ക് നല്ല ക്ലൈമറ്റ് ഒക്കെ കിട്ടി തുടങ്ങി. അപ്പം തന്നെ ഷുവറായിരുന്നു നമുക്ക് പാഞ്ചാലിമേട് എന്തായിരിക്കും ക്ലൈമറ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ചെന്നപ്പോൾ കോട കൊണ്ട് ഇങ്ങനെ മൂടി നിൽക്കുവാണ് നമ്മുടെ പാഞ്ചാലിമേട്. പാഞ്ചാലിമേട് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു ടൈമാണ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളത് ഒരിക്കലും മിസ് ചെയ്യാണ്ടിരിക്കുക. കാരണം ഇത്രയും ഒരു ക്ലൈമറ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു ടൈം സെഗ്മെന്റിൽ തന്നെ വരേണ്ടി വരും. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ഇത്ര ക്ലൈമറ്റ് ഉണ്ടാവും എന്നുള്ളത്. അതും മാക്സിമം ഈവനിങ് വരാൻ നോക്കുക. ഒരു 3:34 ആ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരിക്കും ഇവിടെ കിട്ടുക. നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തി നടന്ന്, പക്ഷേ പകുതി ആയപ്പോൾ തന്നെ, അതായത് നമ്മൾ എത്തി ഒരു 2-3 മിനിറ്റ് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ സെക്യൂരിറ്റി ഗാർഡ് വന്ന് പറഞ്ഞു ടൈം കഴിയാറായി. അതുപോലെ തന്നെ ഇടിമിന്നലും മഴയും തുടങ്ങി. അപ്പോൾ നമ്മളെല്ലാവരെയും പുറത്തോട്ട് ഇറക്കി. ഇനിയും ഇതുപോലെ തന്നെ കുറേ വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.